പത്തനംതിട്ട കൊടുമണ്ണിൽ പുറമ്പോക്ക് ഭൂമി അളക്കുന്നതിനിടെ നാടകീയ രംഗങ്ങൾ. സ്വന്തം കെട്ടിടത്തിന് മുന്നിലെ റോഡ് അളന്നു കാണിച്ച മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് കോൺഗ്രസ് ഓഫീസിന് മുൻവശം അളക്കാൻ ശ്രമിച്ചതോടെ തർക്കമായി. സ്ഥലം റവന്യൂ ഉദ്യോഗസ്ഥർ അളന്നാൽ മതിയെന്ന് വ്യക്തമാക്കി കോൺഗ്രസ് പ്രവർത്തകർ ജോർജ് ജോസഫിനെ തടഞ്ഞു. ക്രമക്കേട് തെളിയിക്കാൻ ജോർജ് ജോസഫ് വെല്ലുവിളിച്ചു. കൈപ്പട്ടൂർ ഏഴുകുളം റോഡിലെ ഓടയുടെ അലൈൻമെന്റ് മാറ്റിയതാണ് വിവാദത്തിലായത്. റോഡ് അളക്കാൻ ആർക്കും വലിയ അവകാശമില്ലേ? റോഡ് അളന്ന് ബോധ്യപ്പെടുത്തേണ്ട ചുമതല എനിക്കുണ്ട്. എന്റെ കെട്ടിടത്തിന്റെ മുൻവശം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അളക്കാം. ഏത് പൗരന് വേണമെങ്കിലും അളക്കാം. ഞാൻ അവിടേക്ക് വരാം. അവിടെ PWD റവന്യൂ രേഖകൾ ഉള്ളതിനേക്കാൾ മീറ്ററുകളധികം അവിടെ കിടക്കുന്നത് എല്ലാവരും കണ്ടല്ലോ. ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇവിടെ അളക്കുമ്പോൾ ആരാണ് ഭയക്കുന്നത്? എന്തിനാ ഭയക്കുന്നത്? തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാ ഭയക്കുന്നത്? ഞാൻ ഭയമില്ലാതെ നിൽക്കുകയല്ലേ? എപ്പോ വേണമെങ്കിലും അളന്നു. റോഡ് അളക്കുന്നതിന് ഞങ്ങൾ എതിരല്ല. പാർട്ടി ഓഫീസ് അളക്കുന്നതിന് ഉദ്യോഗസ്ഥർ വന്ന് അളക്കണം. ഗുണ്ടകളെ വെച്ച് അളക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പൊ റോഡിന് വീതിക്കുറവുണ്ടെങ്കിൽ വേറെ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ റവന്യൂ അറിയാമല്ലോ. അവർ സ്കെച്ച് വെച്ച് നമുക്ക് കണ്ടുപിടിക്കട്ടെ. റോഡിന് അപ്പുറത്തുണ്ടോ ഇപ്പുറത്തുണ്ടോ എന്ന്. ഞങ്ങളുടെ സ്ഥലത്തിനകത്ത് 1 സെന്റ് സ്ഥലം പുറമ്പോക്കുണ്ടെങ്കിൽ ഞങ്ങൾ പൊളിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അത് യാതൊരു മടിയുമില്ല. പക്ഷേ ഗുണ്ടകളെ വെച്ച് അളക്കാൻ പറ്റത്തില്ല. റവന്യൂ ഉദ്യോഗസ്ഥരെ ഐഡന്റി കാർഡ് ഇട്ട് അളക്കാൻ ഞങ്ങൾ അംഗീകരിക്കും. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങളുമായി ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്ന്. പ്രവീൺ, നാടകീയമായ രംഗങ്ങളാണ് അവിടെ കൊടുമണ്ണിൽ ഉണ്ടായിട്ടുള്ളത്. നിലവിൽ എന്താണ് സാഹചര്യം? ഈ അളവ് എത്രത്തോളമായി? അബിനിൽ, ഇപ്പോഴും റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഈ പുറമ്പോക്ക് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. പക്ഷേ അളന്ന് തിട്ടപ്പെടുത്തുന്ന ആ ഒരു നടപടിക്രമം മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ കെട്ടിടത്തിന് മുൻവശത്തേക്ക് എത്തിയിട്ടില്ല. ഇവിടെ നിന്നും 1.5 കിലോമീറ്ററോളം ദൂരെ മാറി ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ പുറമ്പോക്ക് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നുണ്ട്. അല്പസമയം മുമ്പ് മന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫ് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് ചെന്ന് അവിടെ അതിന്റെ മുൻവശത്തെ റോഡിന്റെ വീതി അളക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അത് കോൺഗ്രസ് പ്രവർത്തകർ തടയുകയും പിന്നീട് വാക്കുതർക്കവും ചെറിയ സംഘർഷത്തിലേക്കുമൊക്കെ പോയിരുന്നു. പക്ഷേ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് പറയുന്നത് ഏതൊരു പൗരനും റോഡിന്റെ വീതി അളക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്. അതിന് കോൺഗ്രസ് പ്രവർത്തകർ എതിർത്തതിൽ കാര്യമില്ല എന്ന് ജോർജ് ജോസഫ് പറയുന്നു. അതേസമയം കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത് റവന്യൂ അധികാരികൾക്ക് മാത്രമേ അവിടെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ അവകാശമുള്ളൂ. മന്ത്രിയുടെ ഭർത്താവ് അവിടെ വന്ന് ഭൂമി എന്തിനാണ് അളന്ന് തിട്ടപ്പെടുത്തുന്നത് എന്നാണ് കോൺഗ്രസ് നേതൃത്വം ചോദിക്കുന്നത്. ഈ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു. താങ്കളുടെ ഒരു ആരോപണം എന്താണ്? കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് അവിടെ അനധികൃതമായി ഭൂമി കയ്യേറിയാണോ നിർമ്മിച്ചിട്ടുള്ളത്? അല്ല, ഇവിടെ അളവ് സംബന്ധിച്ചാണ് പ്രശ്നമെങ്കിൽ റോഡ് അളക്കുന്നതിനെ ആരും തടസ്സപ്പെടുത്തേണ്ട കാര്യമില്ല. അവരുടെ കോമ്പൗണ്ടിനുള്ളിൽ ഞാനോ എൻ്റെ കൂടെയുള്ളവരോ കയറിയിട്ടില്ല. അങ്ങനെ കയറാൻ ബുദ്ധിഹീനതയുള്ള ആളല്ല ഞാൻ അവരുടെ വെല്ലുവിളി സ്വീകരിച്ച് ഇവിടെ വന്ന് ഇത് അളന്ന് കാണിച്ചില്ല എങ്കിൽ ഈ ദൃശ്യമാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാവരും ധരിക്കുക എൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്നാണ്. ഇപ്പോൾ അവർ തടഞ്ഞപ്പോൾ മനസ്സിലായല്ലോ ആരുടെ ഭാഗത്താ വീഴ്ചയെന്ന്. അങ്ങിപ്പോൾ അങ്ങയുടെ കൂടെയുള്ള ആളുകളെ കൊണ്ട് ആ സ്ഥലം, ആ റോഡിന്റെ വീതി പരിശോധിച്ച് എത്ര മീറ്റർ വീതിയാണ് കണ്ടെത്താനായത്? അവിടെ 15.5 മീറ്റർ ഉണ്ടല്ലോ. 15 മീറ്റർ ഉള്ളല്ലോ. 12 മീറ്റർ ആണല്ലോ പദ്ധതി പ്രകാരം ഉള്ളത്. പദ്ധതി പ്രകാരം 12 മീറ്റർ ആണ്. പക്ഷെ എന്റെ ഇവിടെ 17 മീറ്റർ ഉണ്ടല്ലോ. അവിടെയല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ പദ്ധതി പ്രകാരം 12 മീറ്റർ വീതിയിൽ പണിയുകയും റവന്യൂ രേഖകൾ പ്രകാരം 23.7 മീറ്റർ വീതി കാണുകയും ചെയ്യേണ്ട സ്ഥലത്ത് 15 മീറ്റർ മാത്രം വീതി ഇപ്പോൾ ഉണ്ട് എന്നിരിക്കെ ബാക്കിയുള്ള സ്ഥലത്ത് കെട്ടിടം നിൽക്കുകയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായല്ലോ. അതായത് അവിടെ കയ്യേറ്റം നടന്നിട്ടുണ്ട് എന്ന് താങ്കൾ പറയുന്നു. കയ്യേറ്റം നടന്നിട്ടില്ല എങ്കിൽ അവരെന്തിനാ ഭയക്കുന്ന അളക്കുന്നതിനെ? അവരളക്കുന്നതിനെ ഭയക്കേണ്ട കാര്യമുണ്ടോ? എന്റെ ഇവിടെ അളന്നോ, എപ്പോ വേണമെങ്കിലും അളന്നോ. രാത്രിയിലോ പകലോ കോൺഗ്രസ്സുകാരോ ഏത് പാർട്ടിക്കാരോ ആര് വന്നാലും എനിക്ക് പ്രശ്നമില്ല. ഇപ്പോൾ താങ്കളുടെ ഈ കെട്ടിടത്തിന്റെ ഈ മുൻവശത്ത് എത്ര മീറ്റർ വീതിയാണ് പറയുന്നത്? എത്ര മീറ്റർ വീതിയാണ് പറയുന്നത്? എവിടെ? ഈ പറയുന്ന താങ്കളുടെ കെട്ടിടത്തിന്റെ മുൻവശത്ത്? എന്റെ കെട്ടിടത്തിന്റെ മുൻവശത്ത് റോഡിന് 15 മീറ്റർ വീതി തെക്ക് വശത്തും വടക്ക് വശത്ത് 17 മീറ്റർ വീതിയുണ്ട്. ഇപ്പോൾ പദ്ധതി പ്രകാരം 12 മീറ്റർ വീതിയാണ്. അത് കഴിഞ്ഞ് 17 മീറ്റർ വീതി സ്ഥലത്താണ് എടുത്തിരിക്കുന്നത് അല്ലേ? 17 മീറ്റർ വീതി അവിടെ എക്സസ് ആയി കിടക്കുകയല്ലേ. വീണ്ടും ഞാൻ 2 അടിയുടെ മാറിയല്ലേ ഇന്റർലോക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോ ഇനിയും ഞാൻ പറയുന്നു, ഇത് കൂടുതൽ സ്ഥലം ഇനി വേണമെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്. എന്നോട് ചോദിക്കുക,
എനിക്ക് ഒരു പ്രതിഫലവും തരാതെ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ബിനിൽ, ഇപ്പോൾ മന്ത്രിയുടെ ഭർത്താവ് പറയുന്നത്, അതായത് ഈ റോഡിന്റെ നിർമ്മാണം അത് അലൈൻമെന്റ് പ്രകാരം 12 മീറ്റർ വീതിയാണ്. അതായത് ഈ ഭാഗത്ത് ടേപ്പ് ഇവിടെ ഇട്ടിട്ടുണ്ട്. 12 മീറ്റർ നമ്മൾ റോഡിന്റെ എതിർവശത്തു നിന്നും കൃത്യമായി ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഇവിടെ 15 മീറ്റർ വരെ അതിരുകല്ല് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രിയുടെ ഭർത്താവ് വീണ ജോർജ് ജോസഫ് പറയുന്നത്. ഇവിടെ 15 മീറ്റർ വീതിയുണ്ട്. ഈ 15 മീറ്ററിനകത്ത്, അതായത് 12 മീറ്റർ പരിധിയിലാണ് ഇവിടെ ഓട നിർമ്മാണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതായത് താൻ ഒരു രീതിയിലും ഈ ഒരു ഓട നിർമ്മാണത്തിൽ അതിന്റെ അലൈൻമെന്റ് മാറ്റുന്നതിന് ഇടപെട്ടിട്ടില്ല എന്ന് ജോർജ് ജോസഫ് പറയുന്നു. പക്ഷേ ഇക്കാര്യം ഇനി ഇത് പരിശോധിച്ച് അത് വിലയിരുത്തി നിയമപ്രകാരമാണോ എന്ന് കണ്ടെത്തേണ്ടത് റവന്യൂ അധികാരികളാണ്. ഇതിപ്പോൾ റവന്യൂ അധികാരികൾ ഈ ഒരു ഭാഗത്തേക്ക് പരിശോധനയ്ക്കായിട്ട് എത്തിയിട്ടില്ല. ഞാൻ വ്യക്തതയ്ക്കായിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം. അതായത് ഇത് കൊടുമൺ സ്റ്റേഡിയമാണ്, പുതിയ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന കൊടുമൺ സ്റ്റേഡിയമാണ്. ആ സ്റ്റേഡിയത്തിന്റെ മതിലാണ് ആ കാണുന്നത്. മതിലാണ് ഇപ്പോൾ ഈ റോഡിന്റെ ഒരു അതിർത്തിയായി അധികാരികൾ പറയുന്നത്. ആ റോഡിന്റെ അവിടെ നിന്നും ഇട്ടിരിക്കുന്ന ടേപ്പ് കൃത്യം 15 മീറ്റർ ദൂരത്തിലാണ് ഇപ്പോൾ മന്ത്രിയുടെ ഭർത്താവിന്റെ ഈ ഒരു കെട്ടിടത്തിന്റെ മുൻവശത്തെ അതിര് ഭാഗം കിടക്കുന്നത്. അത് 15 മീറ്റർ ഉണ്ട് എന്ന് മന്ത്രിയുടെ ഭർത്താവ് തന്നെ പറയുന്നു. അതിനുശേഷം വീണ്ടും സ്ഥലമുണ്ട് 5 മീറ്റർ ഞാൻ ഒഴിച്ചിട്ടിട്ടാണ് ഇവിടെ ഇന്റർലോക്ക് ചെയ്തിരിക്കുന്നത്. വീണ്ടും 2 അടി കൂടെ ഒഴിച്ചിട്ടിട്ടാണ് സർക്കാർ നിശ്ചയിച്ചു തന്ന അതിർത്തിയിൽ നിന്ന് 2 അടി കൂടി ഉള്ളിൽ മാറിയാണ് ഞാൻ ഇന്റർലോക്ക് നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ സാർ ഒരു സംശയം കൂടി, 12 മീറ്റർ ആണല്ലോ ഇപ്പോൾ റോഡിന് വീതിയുള്ളത്. സർക്കാർ 17 മീറ്റർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ബാക്കിയുള്ള 5 മീറ്ററിൽ കൂടി റോഡിന്റെ വികസനം വരുന്നതിനെ താങ്കൾ എതിർക്കുന്നുണ്ട്? ഞാൻ എന്തിനാ എതിർക്കുന്നത്? ഇവിടെ നാട് വികസിക്കട്ടെ. ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി റോഡ് പണി തടസ്സപ്പെടുന്നത് എന്തിനാണ്? ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇതെടുക്കണമെന്ന് മാത്രമല്ല, ഇനി വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. ഇവിടെ വികസനം ഉണ്ടാകണം, അതിനെ തടസ്സപ്പെടുത്തരുതെന്ന എന്റെ വിനീതമായ അഭിപ്രായം, അപേക്ഷ ഇതാണ്. ഈ റോഡ് പണിക്ക് യാതൊരു തടസ്സം ഉണ്ടാക്കരുത്, മാക്സിമം വീതി എടുത്തുകൊള്ളുക. മറിച്ച് ഇതുപോലെ സ്ഥലം ഇട്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടെ കാട് പിടിച്ചു കിടക്കും. ഇതിനപ്പുറം എന്ത് ചെയ്താലും എന്നെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ അത്. റോഡിന്റെ അലൈൻമെന്റ് എഞ്ചിനീയർമാർ തയ്യാറാക്കിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. ഓടയുടെ ഈ ഭാഗത്ത് വളവുണ്ട് എന്നും ഒരു ആരോപണമുണ്ട്. വളവുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം എനിക്കല്ലല്ലോ, റോഡ് പണിയുന്ന KRFBക്ക് അല്ലേ. ഞാൻ എന്തിനു സമാധാനം പറയാൻ പോവുക? അവിടെ ട്രാൻസ്ഫോമറിനെ ഒഴിവാക്കി കൊണ്ടുപോകാൻ വേണ്ടി ചരിച്ചു കൊണ്ടുപോകുന്നതിന് ഞാൻ എന്ത് ഉത്തരവാദിത്തം പറയാൻ പറ്റും? ട്രാൻസ്ഫോമർ വെച്ചത് ഞാനാണോ? അലൈൻമെന്റ് ഉണ്ടാക്കി ഞാനാണോ? ഇതെല്ലാം ട്രാൻസ്ഫോമർ നീക്കം ചെയ്യുന്നതിനുള്ള തുക പോലും ഈ എസ്റ്റിമേറ്റിൽ വക കൊള്ളിച്ചിട്ടില്ല എങ്കിൽ ആ അലൈൻമെന്റ് മാറ്റിയത് ഞാനാണെന്ന് പറഞ്ഞാൽ ഇപ്പം അവിടെ അളക്കാൻ ചെന്നപ്പോൾ തടഞ്ഞതുപോലെ ഉള്ളൂ. പക്ഷെ തടഞ്ഞാലും അങ്ങനെ പിന്മാറുന്നവനല്ല ഞാൻ. അത് അളന്ന് കാണിക്കേണ്ട ചുമതല എനിക്കുണ്ട്. അത് ഞാൻ അളന്ന് കാണിക്കും. അത് അളന്ന് കാണിച്ചല്ലോ. അവരെന്തിനു ഭയന്നു? മന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫ് തന്റെ ഒരു നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. അദ്ദേഹം പറയുന്നത് 12 മീറ്റർ വീതിയിൽ തന്നെ ഇവിടെ റോഡ് നിർമ്മാണം നടക്കുന്നു. ഈ ഒരു ഓടയുടെ അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ താൻ ഇടപെട്ടിട്ടില്ല എന്ന് മന്ത്രിയുടെ ഭർത്താവ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു കെട്ടിടത്തിന് മുൻവശം അത് 17 മീറ്റർ വീതിയിൽ സർക്കാർ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. വ്യക്തമാണ്. ഇപ്പോൾ നമ്മൾ ആ അളവെല്ലാം തന്നെ കാണുന്നുണ്ട്, ആ ടേപ്പ് എല്ലാം ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ജോർജ് ജോസഫിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കോൺഗ്രസ് ഓഫീസിന്റെ അവിടെ എത്തിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ജോർജ് ജോസഫിനെ തടയുന്ന ഒരു കാഴ്ചയുണ്ടായി. നിലവിൽ ഈ മന്ത്രിയുടെ ഭർത്താവിന്റെ കെട്ടിടത്തിന്റെ അവിടെ കോൺഗ്രസുകാർ എത്തിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അവരുടെ പ്രതികരണം തേടാമോ പ്രവീൺ? നിലവിൽ ഇപ്പോൾ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ കെട്ടിടത്തിന് മുൻവശത്തേക്ക് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയിട്ടില്ല. ഇവിടെ നിന്ന് 100 മീറ്റർ മാത്രം ദൂരെയാണ് കോൺഗ്രസിന്റെ ഒരു മണ്ഡലം കമ്മിറ്റി ഓഫീസുള്ളത്. ജോർജ് ജോസഫ് അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ അവിടെ കോൺഗ്രസ് നേതൃത്വം ഉണ്ടായിരുന്നു, കോൺഗ്രസ് പ്രവർത്തകരുണ്ടായിരുന്നു. ആദ്യം മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ കൂടെയുള്ള ആളുകളാണ് ഈ ടേപ്പ് ഉപയോഗിച്ച് ആ റോഡിന്റെ വീതി അളന്നത്. ആ സമയത്താണ് കോൺഗ്രസ് നേതൃത്വം അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത് തടസ്സപ്പെടുത്തിയത്. പക്ഷേ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പോയില്ല. പകരം അവിടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ ബലം പ്രയോഗിച്ച് ഉന്തി തള്ളി അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. പിന്നീട് ഇരു കൂട്ടരും അവരവരുടെ വാദങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ രംഗം ശാന്തമാണ്. ഇതിന്റെ ഈ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന്റെ ഉടമസ്ഥരുടെ കെട്ടിടത്തിന്റെ അതിരിൽ തന്നെയാണ് കൊടുമൺ പോലീസ് സ്റ്റേഷൻ ഉള്ളത്. പോലീസിന്റെ സാന്നിധ്യവും അവിടെയുണ്ട്. പക്ഷേ നാം മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ഒരു സംഘർഷം നടന്നപ്പോൾ പോലീസൊക്കെ അങ്ങോട്ടേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. അത്
കുറച്ച് സമയം കൊണ്ട് തന്നെ ആ ഒരു സംഘർഷവും വാക്കുതർക്കമൊക്കെ അതില്ലാതാവുകയും ചെയ്തു. പിന്നീട് ജോർജ് ജോസഫ് അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് ഇങ്ങോട്ടേക്ക് പോരുകയും കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയുമാണ്. പക്ഷേ ഒരു കാരണവശാലും മന്ത്രിയുടെ ഭർത്താവിനെ കൊണ്ടോ അദ്ദേഹത്തിൻ്റെ ആളുകളെ കൊണ്ടോ കോൺഗ്രസ് ഓഫീസിൻ്റെ വിസ്തൃതി അളക്കാൻ സമ്മതിക്കില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാട്. അക്കാര്യത്തിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഉറച്ചു നിൽക്കുന്നത്. അവർ പറയുന്നത് ഇപ്പോൾ നടപടിക്രമം അനുസരിച്ച് റവന്യൂ അധികാരികൾ വേണമെങ്കിൽ ഈ കോൺഗ്രസ് ഓഫീസിൻ്റെ പരിസരം അത് കയ്യേറ്റ ഭൂമിയാണ് അല്ലയോ എന്നുള്ളത് പരിശോധിക്കട്ടെ. പക്ഷേ മന്ത്രിയുടെ ഭർത്താവ് അവിടെ വന്ന് പരിശോധിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. മറ്റൊന്ന്, ഇനിയിപ്പോൾ ഈ സമയം ഇത്രയും ആയിരിക്കുന്നു. ഒരുപക്ഷെ വൈകിട്ടത്തേക്ക് റവന്യൂ അധികാരികൾ ഈ ഭൂമി ഇവിടേക്ക് അളക്കാനുള്ള അവർ ഒരുപക്ഷെ എത്തിയേക്കാം. ഇപ്പോൾ ഇവിടെ നിന്നും 1.5 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു റോഡിൻ്റെ വീതിയും ഒപ്പം തന്നെ കയ്യേറ്റം നടന്നിട്ടുണ്ടോ, പുറമ്പോക്ക് ഭൂമിയുണ്ടോ എന്നുള്ള പരിശോധന റവന്യൂ അധികാരികൾ നടത്തുന്നത്. ഇപ്പോൾ ഏതായാലും ഈയൊരു കൊടുമൺ ഭാഗത്ത് ഈയൊരു പ്രദേശത്ത് രംഗം ശാന്തമാണ്, സംഘർഷ സാധ്യതയില്ല. പക്ഷേ ഇരു കൂട്ടരും അവരവരുടെ ഏരിയകളിൽ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് പാർട്ടി ഓഫീസിന് മുന്നിലും സംഘടിച്ച് തിരിച്ചെത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കൊടുമണ്ണിൽ സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ്. പ്രവീൺ പുരുഷോത്തമനാണ് വിശദമായ രീതിയിലുള്ള വിവരങ്ങൾ നൽകിയത്.